നമസ്കാരം. CPM-ലെ മുതിർന്ന നേതാക്കളൊക്കെ സത്യങ്ങൾ തുറന്നു പറഞ്ഞ് തുടങ്ങി. കാരണം അവർക്ക് പാർട്ടിയെ മടുത്തു, പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മടുത്തു, പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത്. കാരണം അവർക്കൊക്കെ പാർട്ടിയെ വലിയ ഇഷ്ടമാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും പാർട്ടി എന്ന് പറഞ്ഞാൽ ജീവനാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരുമാണ്. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്ന ചില തട്ടിപ്പുകളുടെ കഥ വീണ്ടും ഒരു മാധ്യമത്തോട് സൂചിപ്പിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിലായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത്. ലക്ഷങ്ങളാണ് തിരിച്ച് മറിച്ചിരിക്കുന്നത്. ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം കൊല്ലപ്പെട്ടു, 2016 കൊല്ലപ്പെട്ടു. ധനരാജ് എന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ, 30-40 ലക്ഷങ്ങൾ തിരിച്ച് മറിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് പണിയുന്നതുമായി ബന്ധപ്പെട്ടും ലക്ഷങ്ങൾ മറിച്ചിരിക്കുന്നു. ഒപ്പം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനധികൃതമായി ഫണ്ട് പിരിച്ചും അവിടെ ലക്ഷങ്ങൾ മറിച്ചിരിക്കുന്നു. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് TI മധുസൂദനൻ എന്ന് പറയുന്ന പയ്യന്നൂർ MLA-യും KP മധു എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറിയുമാണ് എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ഭാഷ്യം. തീർച്ചയായിട്ടും അന്വേഷിക്കണം, പാർട്ടി ആയിരിക്കും അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ പോലീസ് അന്വേഷിക്കേണ്ട കാര്യവുമില്ല. കാരണം പൊതു സമൂഹവുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല, പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. എന്തെങ്കിലും ആകട്ടെ, അത് അന്വേഷിക്കണം. പക്ഷേ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലെ അവതാരകൻ വിനു വി ജോൺ, വിനിശേട്ടൻ ചോദിച്ചത് 51-52 വെട്ട് എന്ന് പറയുന്നത് അങ്ങേക്ക് ഓർമ്മയില്ലേ? അത്തരത്തിൽ ഒരു നടപടി TP അടക്കം, അതായത് പാർട്ടി വിട്ടുപോകുന്നവരെയും പാർട്ടിക്ക് എതിരെ നിൽക്കുന്നവരെയും കുലംകുത്തി എന്ന് വിളിച്ചും അവരെ വെട്ടിക്കുത്തി തീർക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു സ്വഭാവം CPM-ന് ഉണ്ട്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അതിൽ ഭയമില്ല എന്നും വി കുഞ്ഞികൃഷ്ണൻ പറയുകയുണ്ടായി. പിന്നെ 51 വെട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമായിരിക്കും, പക്ഷേ 51 വെട്ടും അല്ലെങ്കിൽ തന്നെ തീർക്കും എന്ന് താൻ വിചാരിക്കുന്നില്ല എന്ന ഒരു പ്രതീക്ഷയാണ് വി കുഞ്ഞികൃഷ്ണൻ നടത്തിയത്. ഇതുപോലെ നിരവധി പാർട്ടി പ്രവർത്തകരും മുതിർന്ന നേതാക്കളും പലതും പറഞ്ഞുകൊണ്ട് ഇനിയും രംഗത്ത് വരും. ചെറുതും വലുതുമായ കാര്യങ്ങൾ, എന്തെല്ലാം തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പുമാണ് നടത്തിയിരിക്കുന്നത്. പാവപ്പെട്ട ഈ ധനരാജ് എന്ന് പറയുന്ന ആള് കൊല്ലപ്പെട്ടു, അയാൾക്ക് വീട് വെച്ച് കൊടുത്തു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഫണ്ടിലൊക്കെ വലിയ തിരിമറിയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, എന്താണ് ഇത്? ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമല്ലേ, ഞങ്ങളുടെ പാർട്ടിയുടെ സഖാക്കളുടെ പണമല്ലേ, നിങ്ങൾക്ക് എന്താണ് എന്ന് മാധ്യമങ്ങളോടോ പൊതുജനങ്ങളോടോ ഇവർക്ക് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഇതിനകത്ത് ഒരു മനുഷ്യത്വത്തിന്റെ അംശമില്ലേ? നേരത്തെ അഭിമന്യുവിന് വേണ്ടി, SFI നേതാവായിരുന്ന അഭിമന്യുവിന് വേണ്ടി കോടികൾ പിരിച്ചെടുത്തു, എന്നിട്ട് ഒരു ചെറിയ കുടിൽ പോലുള്ള വീട് വെച്ച് കൊടുത്തു. ബാക്കി പണം എവിടെയെന്ന് അറിയില്ല. പിന്നെ ഈ ഫണ്ട് പിരിവ് എന്ന് പറഞ്ഞാൽ അത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, പൊതുജനങ്ങൾക്കിടയിലും ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് വരാറുണ്ട്. CPM-കാർ എല്ലാ വീടുകളിലും ഇതുപോലെ ബക്കറ്റുമായിട്ടും അല്ലെങ്കിൽ കള്ള റസീറ്റുമായിട്ട്, ഇതിനകത്ത് കള്ള റസീറ്റ് അടിച്ചുകൊണ്ടാണ് പല പിരിവും നടത്തിയത് പയ്യന്നൂരിൽ എന്നാണ്. അതേസമയം പയ്യന്നൂരിലെ എൻ്റെ കുടുംബം, ശരിക്കും അച്ഛൻ്റെ കുടുംബം പയ്യന്നൂരാണ്. വർഷങ്ങൾക്ക് മുമ്പ് ടിപ്പുവിന്റെ ലഹളക്കാലത്ത് അവിടുന്ന് ഓടി കോട്ടയത്ത് കുടമാളൂർ വന്ന് സെറ്റിലായവരാണ് ഞങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ്. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിന്റെ അടിസ്ഥാനം പയ്യന്നൂരാണ്. എൻ്റെ ബന്ധുക്കൾ ധാരാളം പയ്യന്നൂർ പ്രദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അവിടെ ഒരു മാഷുണ്ട്, അദ്ദേഹം CPM-ന്റെ സജീവ പ്രവർത്തകനും ചുമതലകളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്, ലോക്കൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ വിഷയം ചോദിക്കാനായിട്ട് വിളിച്ചപ്പോൾ ഇത് മാത്രമല്ല, ഇതുപോലെ നിരവധി ഫണ്ട് വെട്ടിപ്പുകൾ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുമായിട്ട് കേന്ദ്രീകരിച്ചും TI മധുസൂദനൻ എന്ന് പറയുന്ന സഖാവ്, KP മധു എന്ന സഖാവുമായി കേന്ദ്രീകരിച്ച് കോടികളാണ് ഈ രീതിയിൽ പാർട്ടി സഖാക്കളുടെ പണവും സഹകരണ ബാങ്കിൽ നിന്ന് പലരുടെയും പേരും തലയും പറഞ്ഞു ലോണുകൾ എടുത്തിട്ടുണ്ട്. പയ്യന്നൂരിലെ പല സഹകരണ ബാങ്കുകളിൽ നിന്ന് കോടികളുടെ വെട്ടിപ്പാണ് ഇവർ നടത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പേര് പറയുന്നില്ല. എന്തൊക്കെയായാലും വി കുഞ്ഞികൃഷ്ണനെ 51 വെട്ടുവെട്ടിയോ 52 വെട്ടുവെട്ടിയോ കൊല്ലാൻ ആരും ശ്രമിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന്റെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പാർട്ടിയെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല, പാർട്ടി സഖാക്കൾക്ക് തീർച്ചയായിട്ടും അറിയാമായിരിക്കും. കുലംകുത്തികളെയും ഒക്കെ തീർക്കുന്ന പരിപാടിയാണ്. TP ചന്ദ്രശേഖരൻ മരിച്ച് സഞ്ചയനം കഴിയുന്നതിന് മുമ്പേ അദ്ദേഹത്തെ കുലംകുത്തി എന്ന് ഒരു മഹാനായ വ്യക്തി വിളിച്ചത് ഓർമ്മയില്ലേ? കുലംകുത്തികളെയൊക്കെ തീർക്കണം എന്നാണ് ഇവിടെ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. വി കുഞ്ഞികൃഷ്ണൻ ഒരു കുലംകുത്തിയാണോ? അദ്ദേഹത്തെ തീർക്കുമോ? പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ? എന്താകും എന്ന് കാത്തിരുന്ന് കാണാനേ നമുക്ക് നിവൃത്തിയുള്ളൂ.